പറഞ്ഞോളൂ, സിനിമയെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ പേര് വിമൽ ശർമ്മ. ഞാൻ ഇപ്പോൾ ഒരു മുരടൻ എന്ന് പറയുന്ന തമിഴ് മലയാളം ചിത്രത്തിലാണ് അഭിനയിക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിനകത്ത് കൈലാഷ്, പിന്നെ ശോഭി തിലകൻ, പിന്നെ തമ്പി ആൻ്റണി, പിന്നെ കുറേ പുതുമുഖങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പുതുമുഖങ്ങളുള്ള നല്ലൊരു സിനിമയാണ്. ഓക്കെ. പിന്നെ പിന്നെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണല്ലേ? അതെ, ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ പേര് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാവരും ഏറ്റവും സെറ്റ് ആൾക്കാർ സപ്പോർട്ടാണ്. സത്യം പറഞ്ഞാൽ ആദ്യത്തെ സിനിമയാണെന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ എക്സൈറ്റ്മെന്റ് വേറെയാണ്. കുറെ വർഷങ്ങളായിട്ട് ഇത് സിനിമ എന്ന് ചിന്തിച്ചു വന്ന വ്യക്തിയാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെ എല്ലാവരും സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എനിക്കറിയാം. അപ്പോൾ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഷോർട്ട് ഫിലിം മൈ ട്വിൻ ഫ്ലെയിംസ്. ഞാനൊരു 4-5 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്ത എൻ്റെ ഡയറക്ടറിനോട് തന്നെയാണ്. കാരണം ആ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് എന്നെ ഈ സിനിമയിലോട്ട് എന്നെ വിളിക്കുന്നത്. ഗോമർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. അത് ചെയ്തേക്കുന്നത് ദീപക് പുതുമന എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്. ഓക്കെ. പിന്നെ ഈ പടത്തില് കുഞ്ഞുമോൻ താമസ് സാറാണ് ഇത് ചെയ്തേക്കണേ. ഇത് എൻ്റെ ഡയറക്ഷൻ. അദ്ദേഹം ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ തന്നെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് ഇങ്ങനെ ചെയ്യും വിമൽ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് പുള്ളി എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പടം നല്ല ഗംഭീരമായിട്ട് വരും. മുരടൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം മുരടൻ എന്തായിരിക്കും. മുരടൻ അപ്പോൾ തമിഴിലും മലയാളത്തിലും കൂടിയായിട്ടാണ് റിലീസ് ചെയ്യണല്ലേ? തമിഴ് മലയാളം ചിത്രമാണ്. തമിഴ് ഒരു 75% തമിഴാണ്. ഓക്കെ. പിന്നെ 25% മാത്രം മലയാളം. അല്ല, അപ്പോൾ ഇത് ഡബ്ബിങ് അല്ല, ഇതെന്ന് വെച്ചാൽ റീമേക്ക് അങ്ങനെ വല്ലതാണ്? അല്ല, ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തമിഴിലും മലയാളത്തിലുമായിട്ട് ചെയ്യും, അങ്ങനെയാണോ? അതെ, അങ്ങനെയാണ്. ഡബ്ബിംഗ് വേർഷനായിരുന്നു മലയാളം തമിഴ് അങ്ങനെ. ഓക്കെ. പിന്നെ നല്ലൊരു പടമായി മാറട്ടെ, ഭാവിയിൽ നല്ലൊരു നടനായി മാറട്ടെ. ഓക്കെ, താങ്ക് യു. പിന്നെ ഏതെങ്കിലും ആൾക്കാരുടെ അഡ്വൈസ് കിട്ടിയിട്ടുണ്ടോ? ഒത്തിരി വലിയ നടന്മാരുടെ അങ്ങനെയല്ല അഡ്വൈസ് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ? ഈ സിനിമയിൽ അഭിനയിച്ച എല്ലായിടത്തുനിന്നും, അതായത് ശോഭി തിലകൻ സാറായാലും തമ്പി ആൻ്റണി സാറായാലും പിന്നെ കൈലാഷ് ആയാലും എല്ലാവരും നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ പറയും ഓക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷമാണ്. പിന്നെ ഏറ്റവും വലുത് നമ്മുടെ ഡയറക്ടർ പറയാണ് ഓക്കെ ആയിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഓക്കെ നമ്മള് അതിലാണ് സന്തോഷം എനിക്ക്. ഓക്കെ, നല്ലൊരു പടമായി മാറട്ടെ. ഇപ്പോൾ ഈ സിനിമയിൽ 2 ഗെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, മുടി നീട്ടിയുള്ള ഗെറ്റപ്പ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അത് ഞാൻ ഏകദേശം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുടിയും താടിയും വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഗെറ്റപ്പ് തന്നെയാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. ഓക്കെ. പക്ഷേ ഈ പടത്തിൻ്റെ എന്ത് ജേനറാന്ന് പറയുമോ? കോമഡിയാണോ അതോ ഡ്രാമയാണോ? ഡ്രാമയും ത്രില്ലറും. അല്ല, എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്നുള്ളത്? കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബാന്തരീക്ഷം തന്നെയാണ്. കുടുംബാന്തരീക്ഷത്തിലുണ്ടാകുന്ന തന്നെയാണ്. എനിക്ക് കൂടുതൽ പറയാൻ ത്രില്ലർ മൂവി. ഓക്കെ. പ്രേക്ഷകനെ എന്താ സംഭവിക്കുന്നത്, അങ്ങനെ ഒരു ലെവലിൽ കൊണ്ടുപോകുന്നതാണ് അങ്ങനെ. ഓക്കെ. അപ്പോൾ കൈലാഷ് എന്ന് പറഞ്ഞ സാറും ഈ സിനിമയിലുണ്ട്. കൈലാഷുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു കോമ്പിനേഷൻ ഒക്കെ ഉണ്ടല്ലേ? അതെ, നല്ല സീൻസ് ആണ് അതൊക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ശരി.